പൃഥ്വിരാജിന് അന്നും ഇന്നും ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട്. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളും കണ്ടു കാണുക. കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കുക. ഞാനിവിടെ ആഡ് ചെയ്യാം. കുറെ ആൾക്കാർക്ക് എന്നോടൊരു വല്ലാത്ത വൈരാഗ്യവും ദേഷ്യമൊക്കെ ഉണ്ട്. അത് അവരത് മെറ്റീരിയലൈസ് ചെയ്യുന്നത് ഓരോ സംവിധായകരെ വിളിച്ച് എന്നെ പറ്റി എന്തെങ്കിലും പറയുക, ഞാൻ ചെയ്യാനിരിക്കുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യുക, എന്റെ പ്രോജക്റ്റുകൾ എങ്ങനെയെങ്കിലും വിളിച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ചോദിക്കാനുള്ള പറഞ്ഞില്ല. അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് വലിയ വലിയ ആൾക്കാർക്കെതിരെയാണ്. ഞാനിവിടെ ആർക്കും ഒരു ഭീഷണിയൊന്നുമല്ല. ഞാനൊരു തുടക്കക്കാരനാണ്. ഞാൻ 10-12 സിനിമകൾ അഭിനയിച്ച ഒരു പുതുമുഖമാണ്. ഞാൻ മലയാള സിനിമയ്ക്ക് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകം ഞാൻ ആയിട്ടില്ല. നാളെ പൃഥ്വിരാജ് കുമാരൻ മലയാള സിനിമയിൽ ഇല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമൊന്നും അല്ല എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള നിസ്സാരമായിട്ട് എന്റെ കൂട്ട് ഒരു ചെറിയ നടന്നതിൽ ഇത്രയും ഭയങ്കരമായ എതിർപ്പുകളും ഇത്രയും എനിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും. ഇത് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം ഓപ്പണായിട്ട് തന്നെ പറയുന്നുണ്ട്, ചില ആളുകൾക്ക് അദ്ദേഹത്തോട് ദേഷ്യമുണ്ട്, അവർ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രോജക്റ്റുകൾ ഇല്ലാതാക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇദ്ദേഹം ഇന്ന് സ്വീകരിച്ച നിലപാടാണെന്നും പറഞ്ഞ് ഇതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്ന ബാക്കി ഭാഗങ്ങൾ കണ്ടു നോക്ക്. അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാകണം. പക്ഷെ എനിക്ക് അതുണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയും. ഇതാണ് സംഭവം. ഇത് കാണുന്നവർക്ക് പൃഥ്വിരാജ് അന്നും ഇന്നും രണ്ട് നിലപാടെടുത്തേക്കുന്ന പോലെ തോന്നുന്നു. പക്ഷേ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടവർക്കറിയാം ആരാണ് ഈ അപരാധം പടച്ചു വിട്ടേക്കുന്നതെങ്കിലും ഈ ഇന്റർവ്യൂ മുഴുവൻ കണ്ട ആളുകൾക്കറിയാം പൃഥ്വിരാജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് മുമ്പ് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു അഭിപ്രായം, ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതിന് അദ്ദേഹത്തിന് വ്യക്തമായ അഭിപ്രായമുണ്ട്. പിന്നീട് ഈ ചോദിക്കുന്ന ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു, അതുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത്, ഈ പറഞ്ഞേക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്നെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന്. ഇയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കുന്ന ഈ പവർ ഗ്രൂപ്പ് ആകണമെന്നില്ലല്ലോ. അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. പിന്നീട് ഈ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിന് അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ സ്വാധീനം അയാൾക്ക് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം അയാളെ അഫക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് അങ്ങനെയല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ പടച്ചു വിട്ടേക്കുന്ന പോലെ മറുപടി പറയാൻ പറ്റുമോ? ഈ പറയുന്നത് പോലെ അയാളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ഭാഗമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കാമല്ലോ. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്നു സിനിമാ ഫീൽഡിൽ തന്നെ, പല ആളുകൾ. ഈ ഇൻഡസ്ട്രിയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമെന്നേ. അതിന് ഈ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ അപരാധമൊക്കെ വെട്ടിക്കയറ്റി വെച്ച് പടച്ചു വിട്ട് കഴിയുമ്പോൾ അതുകൂടെ ആലോചിക്കണേ. ഇൻ്റർവ്യൂ മൊത്തമായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ കാണിച്ചു വെച്ചേക്കുന്ന തോന്നിവാസത്തിനൊരു മറുപടി ഇട്ടേക്കുന്നത്.